السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഉദ്ദേശങ്ങൾ നീ പണിയിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ശ്രേഷ്ഠമായ മുഹറം മാസത്തിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. മുഹറം 10. എന്താണ് മുഹറം 10ന്റെ പ്രത്യേകത? മുഹറം 10ക്കുള്ള പ്രത്യേകത എന്താണ് ഇത്രയും ശ്രേഷ്ഠത? മുഹറം 10ക്ക് ഇത്രയും ശ്രേഷ്ഠത ലഭിക്കാനുള്ള കാരണം, ഈ മുഹറം 10 രക്ഷയുടെ 10ആണ്. മുഹറം 10 രക്ഷയുടെ 10, കാവലിന്റെ 10. അല്ലാഹു നമുക്ക് കാവൽ നൽകാൻ, അല്ലാഹു നമുക്ക് രക്ഷ നൽകാൻ ഈ വർഷം മുഴുവൻ അല്ലാഹു നമുക്ക് രക്ഷ നൽകാൻ ഈ 10-ൽ, ഈ മുഹറം 10ന്റെ ഈ ദിവസത്തിൽ, ഈ മുഹറം 10ന്റെ ഈ ദിവസത്തിൽ നമ്മൾ ചൊല്ലേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ധാരാളം അൻബിയാക്കൾക്ക്, ധാരാളം നബിമാർക്ക് അല്ലാഹു രക്ഷ കൊടുത്ത 10ആണ് മുഹറം 10. മുഹറം 10 ഈ 10ന്റെ ഈ ദിവസത്തിൽ ഈ പകലിൽ ഇൻഷാ അല്ലാഹ്, ഈ പകലിലും ഈ രാവിലും അല്ലാഹു നമുക്ക് രക്ഷ നൽകണം. മുഅ്മിനീങ്ങളെ, ആരെങ്കിലും അല്ലാഹുവിൽ നിന്നുള്ള രക്ഷ കൊതിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 10 മുഹറം 10 ഇൻഷാ അല്ലാഹ് ഈ ദിക്റുകൾ ഇൻഷാ അല്ലാഹ്, ഈ ദിക്റും ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഈ സൂറത്തും ഓതിയാൽ, ഈ എണ്ണത്തിൽ ഓതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൊല്ലം മുഴുവൻ രക്ഷയാണ്. ഈ കൊല്ലം മുഴുവൻ നിങ്ങൾക്ക് സമാധാനമാണ്. ഒരു പ്രയാസങ്ങളോ, ഒരു ദുരിതങ്ങളോ, ഒരു ഇടങ്ങേറുകളോ അല്ലാഹു നൽകൂല. നമ്മളെ തൊട്ട് അല്ലാഹു നൽകൂല. നമ്മളെ മക്കളിൽ, നമ്മളെ ഭാര്യമാരിൽ, ഭർത്താക്കന്മാരിൽ, വീട്ടിൽ, ജോലിയിൽ, ബിസിനസ്സിൽ, എല്ലാ മേഖലയിലും നമ്മളെ സക്കനാത്ത്, ഹറക്കാത്ത്, അഫ്ആലുകളിൽ അല്ലാഹു നമുക്ക് വലിയ സംരക്ഷണം നൽകും. അല്ലാഹു വലിയ സംരക്ഷണത്തിന്റെ കവചം നമ്മൾക്ക് ഒരുക്കി തരുമെന്ന് മുഅ്മിനീങ്ങളെ. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ 10-ൽ, ഈ മുഹറം 10ന്റെ ഈ ദിവസത്തിൽ ഇൻഷാ അല്ലാഹ് ഇതുപോലെ ചൊല്ലിയാൽ അല്ലാഹു നമുക്ക് രക്ഷ നൽകും. അല്ലാഹു നമുക്ക് കാവൽ നൽകും. മുഅ്മിനീങ്ങളെ, നമ്മൾ മജ്ലിസിലൊക്കെ പറഞ്ഞതുപോലെ ഈ മുഹറം 10ന്റെ പ്രത്യേകത, ഈ മുഹറം 10നുള്ള പ്രത്യേകത, അല്ലാഹുവിന്റെ അർശ് എല്ലാവർക്കും അറിയാം. അല്ലാഹുവിന്റെ വലിയ സൃഷ്ടിയാണ് അർശ്. അല്ലാഹു സൃഷ്ടിച്ചത് മുഹറം 10-ക്കാണ്. 10ന്റെ ഈ ദിവസത്തിലാണ്. കുർസ്, കലം അല്ലാഹു സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. മുഅ്മിനീങ്ങൾ, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് ഇതെല്ലാം. അല്ലാഹു സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. ഭൂമി അല്ലാഹു സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. ആകാശത്ത് അല്ലാഹു സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. ഭൂമിയിലേക്ക് ആദ്യമായി മഴ വർഷിച്ചത് മുഹറം 10-നാണ്. ഇത്രയും മഹത്വങ്ങൾ നടന്ന ഈ ദിവസത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ദിവസത്തെ പായാക്കരുത്. ഈ ദിവസത്തെ ആരും തന്നെ പായാക്കരുത്. അങ്ങനെ എടുത്തു നോക്കിയാൽ ധാരാളം കാര്യങ്ങൾ. ഭൂമിയിൽ സസ്യം മുളച്ചത് മുഹറം 10-നാണ്. സ്വർഗം അല്ലാഹു സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചത് മുഹറം 10-നാണ്. അങ്ങനെ എടുത്തു നോക്കിയാൽ ധാരാളം ചരിത്ര സംഭവങ്ങൾ. ഷെയ്ഖുൽ അംബിയ ആരാണ്? നൂഹ് നബി അലൈഹിസ്സലാം.
നൂഹ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു രക്ഷ കൊടുത്തത് മുഹറം 10-നാണ്. എല്ലാവർക്കും ചരിത്രമറിയാം, ഞാൻ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്തത് 950 വർഷമാണ്. 950 വർഷം നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്തുകൊണ്ടേയിരുന്നു. ആരും ഇസ്ലാമിലേക്ക്, ദീനിലേക്ക് ആരും കടന്നു വന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന് അല്ലാഹു ഒരു പ്രളയം കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു കപ്പൽ നിർമ്മിക്കാൻ പറഞ്ഞു. എല്ലാവർക്കും ചരിത്രം അറിയാം. ആ കപ്പലിൽ നിന്ന് അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിനെയും സമുദായത്തെയും, നൂഹ് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെയും രക്ഷിച്ചത് ഒരു മുഹറം 10-നായിരുന്നു. ഒരു മുഹറം 10-നായിരുന്നു മുഅ്മിനീങ്ങൾ. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തീക്കുണ്ടാരത്തിൽ നിന്നും, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മോചനം കൊടുത്തത് ഒരു മുഹറം 10-നായിരുന്നു. അതുപോലെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കാഴ്ച തിരിച്ചു ലഭിച്ചത് ഒരു മുഹറം 10-നായിരുന്നു. അതുപോലെ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു പോയ പ്രവാചകനായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹു സംരക്ഷിച്ച് രക്ഷപ്പെടുത്തത് ഒരു മുഹറം 10-നായിരുന്നു. അതുപോലെ രോഗം കൊണ്ട് പരീക്ഷിച്ച നബിയായിരുന്നു, പ്രവാചകനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. എല്ലാവർക്കും അറിയാം, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അതിൽ നിന്നൊക്കെ ഒരു റീകവർ, ഒരു മോചനം കൊടുത്തത് മുഹറം 10-നായിരുന്നു. അതുപോലെ ഈസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സംരക്ഷിച്ചത് മുഹറം 10-നായിരുന്നു. അങ്ങനെ ധാരാളം ചരിത്ര സംഭവങ്ങൾ അടങ്ങിയ ഒരു മാസമാണ്, ഒരു ദിവസമാണ് മുഅ്മിനീങ്ങളെ മുഹറം 10. ഈ മുഹറം 10-ന് അല്ലാഹു പ്രവാചകന്മാർക്ക് രക്ഷ കൊടുത്തെങ്കിൽ, അല്ലാഹു പ്രവാചകന്മാർക്ക് സംരക്ഷണം കൊടുത്തെങ്കിൽ, എൻ്റെ മുഅ്മിനീങ്ങളെ ഞമ്മക്കും അല്ലാഹു സംരക്ഷണം നൽകും, ഞമ്മക്കും അല്ലാഹു രക്ഷ നൽകും. അതുകൊണ്ട് രക്ഷ ലഭിക്കാൻ, ഈ പ്രയാസങ്ങളിൽ നിന്നും, ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും, ഈ ഇടങ്ങേറിൽ നിന്നും ഒരു കാവൽ നമുക്ക് വേണ്ടേ. അതിന് പറ്റിയൊരു ദിവസമാണ് മുഹറം 10. അതിന് പറ്റിയൊരു ദിവസമാണ് മുഅ്മിനീങ്ങളെ ഈ മുഹറം 10-ഉം. ഈ മുഹറം 10-നെ രാവിൽ കേൾക്കുന്നവരുണ്ടാവാം. ഈ രാവും അതിന് പറ്റിയ ദിവസമാണ്, അതിന് പറ്റിയ ഒരു സെക്കൻഡുകളും ഒരു നിമിഷങ്ങളുമാണ്. അത് ആരും പായാക്കരുത്. ഞാൻ പറഞ്ഞ ഈ ചരിത്ര സംഭവങ്ങൾ ഇനിയും ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപിയിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ട്. ധാരാളം കാര്യങ്ങൾ ഈ മുഹറം 10-ന് സംഭവിച്ച ധാരാളം ചരിത്ര സംഭവങ്ങളായ ധാരാളം കാര്യങ്ങൾ. കർബല, കണ്ണീരിൽ കുതിർന്ന കർബല എല്ലാവർക്കും അറിയാം. അതുപോലെ ധാരാളം സംഭവങ്ങൾ മുഹറം 10-നായിരുന്നു അരങ്ങേറിയത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ഇതുപോലെ ഉരുവിട്ടാൽ നമ്മളെ നാവുകളെ കൊണ്ട് നമ്മളെ ചുണ്ടുകളെ കൊണ്ട്, നമ്മളെ ചുണ്ടുകൾക്കും നാവുകൾക്കും നാവിനും ഒരു ആനന്ദം പകരും വിധം ഈ ദിക്റുകൾ ഇങ്ങനെ ഉരുവിട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹു സംരക്ഷണം നൽകും, നമുക്കും അല്ലാഹു രക്ഷ നൽകും. അല്ലാഹു നമ്മളെ കൊയക്കൂല, മുഅ്മിനീങ്ങളെ കൊയക്കൂല. ഇൻഷാ അല്ലാഹ് ഈ ദിനത്തിൽ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നിങ്ങൾ ചൊല്ല്. നിങ്ങളെ തീരാത്ത കടങ്ങൾ അല്ലാഹു വീട്ടിത്തരും. അല്ലാഹുവിനെ വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ കടത്തിലും വലിയ പ്രയാസത്തിലുമാണ്. ഇൻഷാ അല്ലാഹ് അതിൽ നിന്നൊക്കെ വലിയ സംരക്ഷണം നീ നൽകണേ അല്ലാഹ്, നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസത്തിൽ നോമ്പെടുക്കൽ രാവിലെ കാണുന്നവരുണ്ടാവാം. ഇന്നത്തെ ദിവസത്തിൽ നോമ്പെടുക്കൽ വലിയ ശ്രദ്ധമായ സുന്നത്താണ്. മുഅ്മിനീങ്ങളെ മഹത്വം അറിയാത്തവരുണ്ടാവാം, എന്റെ മുഅ്മിനീങ്ങൾക്ക് മഹത്വം അറിയാത്തവരുണ്ടാവാം, നോമ്പ് ഇങ്ങനെ എടുക്കുന്നവരുണ്ടാവാം. മഹത്വം അറിഞ്ഞ് നോമ്പെടുക്കുമ്പോൾ വലിയ നമ്മളെടുക്കുന്ന നോമ്പിന് വലിയ ശ്രദ്ധകളേറും. നോമ്പെടുക്കാൻ നമുക്കൊരു ആനന്ദവും ഒരു ആവേശവും നമുക്ക് മനസ്സിലേക്ക് വരും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത്,
قال رسول الله صلى الله عليه وسلم احتسب على الله تعالى الله سبحانه وتعالى യുടെ മേൽ ഈ മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പിന്റെ മേൽ ഞാൻ ഭാഗിക്കുകയാണ്. അയ്യുകഫിറ സനതൽ മാളിയ അയ്യുകഫിറ സനതൽ മാളിയ കഴിഞ്ഞു പോയതായിരിക്കുന്ന ഒരു വർഷത്തെ ചെറുപാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നതാണ്. കഴിഞ്ഞു പോയതായിരിക്കുന്ന ഒരു വർഷത്തെ ചെറുപാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നതാണ്. ആരെങ്കിലും മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പെടുത്താൽ കഴിഞ്ഞു പോയതായിരിക്കുന്ന ഒരു വർഷത്തെ ചെറുപാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നതാണ്. അതുകൊണ്ട് ആരും ഇന്നത്തെ നോമ്പിന് ആരും ഉപേക്ഷിക്കരുത്. മുഅ്മിനീങ്ങളെ ഉപേക്ഷിക്കരുത്. അല്ലാഹു നോൽക്കുവാൻ അല്ലാഹുവിന് തൗഫീഖ് നൽകണേ. അല്ലാഹ് നീ ഭാഗ്യം അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ചൊല്ലേണ്ട, ഇന്നത്തെ പകലിൽ നമ്മൾ ചൊല്ലേണ്ട, ദായിമാക്കേണ്ട ദിക്ർ, ഇന്നത്തെ പകലിൽ നമ്മൾ നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലം നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പകലിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ അതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ അവർക്ക് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടം. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നിന്ന് ഏതാണ് നമ്മൾ ഓതേണ്ടതായിട്ടുള്ള സൂറത്ത് ഏതാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി കൺസൾട്ടിങ്ങിനുള്ള നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ മജ്‌ലിസിലേക്ക് വിളിക്കുന്നത്. പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, പല ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട്, തങ്ങളെ ഞങ്ങൾ ഇത്രയും പ്രയാസത്തിലാണ്, പൈശാചിക മേഖലയിൽ വലുതായി ബുദ്ധിമുട്ടുകയാണ്, ശൈത്വാനിയത്തിന്റെ പ്രയാസത്തിൽ വലുതായി അകപ്പെട്ടു പോയവരാണ്, സിഹർ സംബന്ധമായ കെണിവലകളിൽ പ്രയാസപ്പെടുന്നവരാണ്, വീടിന്റെയും വസ്തുവിന്റെയും വിഷയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. ഇതിനൊക്കെ വലിയൊരു പരിഹാരം ഞങ്ങൾ പറഞ്ഞു തരണം, ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്ന ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന്. ഇൻഷാ അല്ലാഹ് ഇനി കൺസൾട്ടിംഗ് ഉള്ളത് വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സകലമായ പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും അല്ലാഹു ഇനി മാറ്റി നൽകണേ. അല്ലാഹ് ജീവിതത്തിൽ വലിയ ഖൈർ നൽകണേ. അല്ലാഹ് ജീവിതത്തിൽ വലിയ ഉയർച്ച നൽകണേ. അല്ലാഹ് എല്ലാ ബലാകളും അല്ലാഹു നീ തട്ടി മാറ്റണേ. അല്ലാഹ് സാഹിരീങ്ങളെ സിഹ്റിനെ തൊട്ട് കാക്കണേ. അല്ലാഹ് മാക്രീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണേ. അല്ലാഹ് ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ. അല്ലാഹ് ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ. അല്ലാഹ് ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ. അല്ലാഹ് ചതിയന്മാരെ ചതിയെ തൊട്ട് കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദിക്റിലേക്കും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ആ സൂറത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ പകലിൽ നമ്മൾ ചൊല്ലേണ്ടതായിട്ടുള്ള ദിക്ർ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്റിനെയാണ് ഇന്ന് പതിവാക്കേണ്ടത്. എത്ര പ്രാവശ്യം? 70 പ്രാവശ്യം. 70 പ്രാവശ്യം ഈ ഒരു ദിക്റിനെയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പകലിൽ നമ്മൾ പതിവാക്കേണ്ടത്. ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ദിവസത്തിൽ ഇത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം അറിയാത്തവർ ധാരാളം ആളുകൾ ഇന്നത്തെ പകലിൽ ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ആരെങ്കിലും 70 പ്രാവശ്യം ചൊല്ലിയാൽ, ഇന്നത്തെ പകലിൽ ചൊല്ലിയാൽ വരാനിരിക്കുന്ന ഒരു വർഷം അല്ലാഹു ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അല്ലാഹു കാവൽ നൽകും. അല്ലാഹു വിപത്തുകളെ തൊട്ട് അല്ലാഹു കാവൽ നൽകും. വരാനിരിക്കുന്ന ഈ ഒരു വർഷത്തെ വിപത്തുകൾ അല്ലാഹു നീക്കം ചെയ്യും. അതുപോലെ മുഅ്മിനീങ്ങളെ, അതല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇനി വരുന്ന വർഷങ്ങളിൽ വിപത്തുകളോ ബുദ്ധിമുട്ടുകളോ ബലാകളോ കടങ്ങളോ പ്രയാസങ്ങളോ ഇടങ്ങേറുകളോ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. സാഹിരീങ്ങളെ സിഹറുകളോ നമുക്ക്
ഉണ്ടാവാൻ പാടില്ല. എല്ലാം കൊണ്ടും അല്ലാഹു രക്ഷ നൽകണം. ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. 70 പ്രാവശ്യം ചൊല്ലിക്കോ. പിന്നീട് 1000 പ്രാവശ്യം, 1000 പ്രാവശ്യം ആർക്കെങ്കിലും ഓതാൻ കഴിയോ? സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് 1000 പ്രാവശ്യം, 1000 പ്രാവശ്യം ഇന്നത്തെ പകലിൽ ആരെങ്കിലും ഓതിയാൽ അവൻ അറിയാത്ത വഴികളിലൂടെ 1000 നന്മകൾ അല്ലാഹു അവനക്ക് എഴുതും. 1000 പ്രയാസങ്ങൾ അല്ലാഹു അവനിൽ നിന്ന് അല്ലാഹു തട്ടി നീക്കം ചെയ്യും. 1000 പ്രയാസങ്ങൾ അല്ലാഹു അവനിൽ നിന്ന് അല്ലാഹു തട്ടി നീക്കും. ഇനി ഒരു വർഷം 1000 പ്രയാസങ്ങൾ അല്ലാഹു അവനിൽ നിന്ന് തട്ടി നീക്കം ചെയ്യും. അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളെ, അതല്ലേ നമുക്ക് വേണ്ടതും. അതാണ് പ്രയാസങ്ങളില്ലാത്ത, ദുഃഖങ്ങളോ പരിഭവങ്ങളോ പിണക്കങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസിനെ ഇന്നത്തെ പകലിൽ 70 പ്രാവശ്യം ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് പതിവാക്കി കഴിഞ്ഞാൽ ഈ ഒരു വർഷം നമുക്ക് റാഹത്താണ്. നിങ്ങൾ ആരും ഒഴിവാക്കില്ല. ഈ ഒരു ദിവസത്തിൽ ഇൻഷാ അല്ലാഹ് ആരും ഒഴിവാക്കില്ല. അല്ലാഹുവേ ചൊല്ലാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ ഇൻഷാ അല്ലാഹ്. ഈ രണ്ട് കാര്യങ്ങൾ മറക്കാതെ 70 പ്രാവശ്യം ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ 70 പ്രാവശ്യം ചൊല്ലാം. പ്രയാസം നിങ്ങളെ പ്രയാസമില്ലല്ലോ. പിന്നെ 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് 1000 പ്രാവശ്യം ഓതാൻ പണിയുണ്ടോ? ഇല്ല. ഓത് ഓരോ സമയങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഓത് 1000 പ്രാവശ്യം, 1000 പ്രാവശ്യം മഗ്‌രിബോടുകൂടി ഇൻഷാ അല്ലാഹ് ഓതി തീർക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 1000 നന്മകൾ അല്ലാഹു എഴുതുന്നു. 1000 നന്മകൾ, 1000 പ്രയാസങ്ങൾ അല്ലാഹു തട്ടി നീക്കം ചെയ്യും. 1000 പ്രയാസങ്ങളുണ്ടോ നമുക്ക്? 1000 പ്രയാസങ്ങളുണ്ടോ? ചെറിയ പരിഭവങ്ങളും ദുഃഖങ്ങളല്ലേ നമുക്കുള്ളൂ. അല്ലാഹു എല്ലാം റാഹത്താക്കി തരും. ഇന്നത്തെ പകലിൽ ഇൻഷാ അല്ലാഹ് നോമ്പെടുത്താലുള്ള പ്രതിഫലം ഞാൻ പറഞ്ഞു. എന്താണ് അല്ലാഹു ചെറുപാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടും. പിന്നെ 70 പ്രാവശ്യം ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന ദിക്ർ ചൊല്ലുക. പിന്നെയോ 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്. 1000 പ്രാവശ്യം കേൾക്കുമ്പോൾ ആരും നെട്ടണ്ട. അത് പെട്ടെന്ന് ഓതി തീർക്കാൻ നിങ്ങൾ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതി തീർക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒറ്റരിപ്പിനെ ഓതണമെന്നില്ല. 500 പ്രാവശ്യം ഒരു സമയത്ത് ഓതി, 500 പ്രാവശ്യം മറ്റൊരു സമയത്ത്, അല്ലെങ്കിൽ 250 അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ 100 അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് തീർക്കുക. ഇന്നത്തെ ദിവസം മുഴുവൻ ഓതി തീർക്കുക. മറ്റുള്ള ദിക്റുകളൊക്കെ ചൊല്ലുക. അല്ലാഹു ഭാഗ്യം നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞു, ദിക്റുകൾ പറഞ്ഞു, നോമ്പിന്റെ ശ്രേഷ്ഠതകൾ, സുന്നത്താക്കപ്പെട്ട ഈ നോമ്പിന്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഈ ഒരു അറിവിനെ ഇൻഷാ അല്ലാഹ് ഹൃദയത്തോട് ചേർത്ത് വെക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അമലുകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ സയ്യിദിയ മജ്ലിസ് 5:30 സയ്യിദിയ മജ്ലിസ് ചില ദിവസങ്ങളിൽ ഈ അടുത്തായിട്ട് കുറച്ച് ദിവസങ്ങളില്ലായിരുന്നു. ഓരോരോ പരിപാടികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പരിപാടികൾ ഉണ്ടായതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഉള്ള ദിവസങ്ങളിൽ എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.